പ്രൈസല്ലോ ഹല്ലേലൂയ. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് സംസാരിക്കുന്നത്. നമ്മുടെ സബ്ജക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ കർത്താവ് എങ്ങനെ സംരക്ഷിക്കും എന്നതിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നു. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ ദൈവം സംരക്ഷിക്കുന്ന വിധങ്ങൾ പ്രൈസല്ലോ ഹല്ലേലൂയ. അതിനെക്കുറിച്ച് രണ്ടാം ഭാഗം സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിച്ച് നമുക്ക് തുടങ്ങാം. പ്രൈസല്ലോ ഹല്ലേലൂയ. ഒരു മിനിറ്റ് പിതാവ് നന്ദിയോടെ സ്തുതിക്കുന്ന യേശുവിന്റെ നാമത്തിൽ കർത്താവെ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അനേകം ആൾക്കാർ കർത്താവിനെ അറിയാനുള്ള കർവോട് നിങ്ങൾ തന്നെ പറയും. കർത്താവ് യേശുവിന്റെ നാമത്തിൽ കർത്താവ് പ്രത്യേകിച്ച് ഇന്ത്യക്ക് വേണ്ടി കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ എല്ലാ സ്റ്റേറ്റുകളിലും ഫ്രീഡത്തോടു കൂടി കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ അനുവദിക്കുന്ന ഒരു ഗവൺമെന്റ് വരുവാനായിട്ട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അവിടെ മൊത്തം കർത്താവിന്റെ വചനം എല്ലാ സ്റ്റേറ്റുകളിലും യേശുവിന്റെ നാമത്തിൽ കർത്താവ് ചെല്ലുവാനുള്ള കുറവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന ആൾക്കാർ കർത്താവ് പൂർണ്ണ പ്രൊട്ടക്ഷനോട് കൂടി തന്നെ വചനം പ്രസംഗിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. വേൾഡ് എല്ലാ ലോക രാജ്യങ്ങൾക്ക് വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്റ്റേറ്റുകൾക്ക് വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ വചനം ഷെയർ ചെയ്യുമ്പോൾ അനേകം ആൾക്കാർ കർത്താവിനെ അറിയാനുള്ള കൃപ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ബ്രദർ സഞ്ജീവിനെ സിസ്റ്റർ റോമിനെ ഓർത്ത് സ്വാതന്ത്ര്യം ചെയ്യുന്ന ഫാമിലി ഓർത്ത് കർത്താവ് ഞാൻ സ്വാതന്ത്ര്യം ചെയ്യുന്നു. I bless everybody in Jesus name I pray. Amen. So God bless you. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് വർഷിപ്പോട് കൂടി നമുക്ക് സെഷൻ തുടങ്ങാണ്. പ്രൈസ് ദി ലോർഡ്. സിസ്റ്റർ സഞ്ജീവ് ആൻഡ് ഫാമിലി ക്ഷണിക്കുന്നു. God bless you. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടുവാൻ മഹാകൃപയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവിനെ പാടി സ്തുതിക്കുവാൻ കർത്താവ് എന്ന അവസരത്തിനായി സ്തുതിക്കുന്നു. നമുക്ക് ചില പാട്ടുകൾ പാടി അകളം പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായ നേടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായ നേടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ആരെത്താൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആരെത്താൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതം നടത്തുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ അത്ഭുതം നടത്തുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ
ധന്യനായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ഭരിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ഭരിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. പ്രാണപ്രിയാം പ്രാണപ്രിയാം ചങ്കിലെ ചോര വീണ്ടെടുത്തവനെ വീണ്ടെടുപ്പുകാര പ്രിയൻ തന്റെ ചങ്കിലെ ചോരയാ എന്നെയും വീണ്ടെടുത്തു. പ്രിയൻ തന്റെ ചങ്കിലെ ചോരയാ എന്നെയും വീണ്ടെടുത്തു. നീ ചെയ്ത പോരായിരം നന്ദി. നീ ചെയ്ത പോരായിരം നന്ദി. ശക്തിയാലെല്ലാം ബലത്താലെല്ലാം നിന്റെ എന്നെ നടത്തിയത്. എൻ ശക്തിയാലെല്ലാം ബലത്താലെല്ലാം നിന്റെ എന്നെ നടത്തിയത്.
നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എന്നെ നടത്തിയതാ വൈഷമ്യം നേടുകടി കാലം പിടിച്ചു എന്നെ നടത്തുന്നതാ ഭയം കൂടാതെ എന്നെ നടത്തിയതാ വൈഷമ്യം നേടുകടി കാലം പിടിച്ചു എന്നെ നടത്തുന്നതാ നീയാൽ വീരാത്തവന്മൽ നീയാൽ വീരാത്തവന്മൽ Hallelujah, hallelujah, hallelujah. Amen, 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 hallelujah. Amen, hallelujah. നന്ദിയോടെ സ്തുതിക്കുന്നു. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing raining. Mercy daughters are falling, but for the showers we plead. There shall be showers of blessing, precious reviving again, over the hills and the valleys, sound of abundance of rain, showers
of blessing, showers of blessing we need. Blessings around us are pouring, but for the showers we plead. There shall be showers of blessing, send them upon us, Lord. Grant us now our blessing, come on the world. Showers of blessing, showers of blessing we need. Mercy around us are falling, but for the showers we plead. But for the showers we plead. Hallelujah. Stotram, stotram, stotram. Amen, 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 amen. Hallelujah. സ്തുതിക്കുന്നു. More love, more power, more of you in my life. More power, more of you in my life. And I will worship you with all my heart. And I will worship you with all of my mind. And I will worship you with all of my strength. More love, more power, more of you in my life. More love, more power, more of you in my life. And I will worship you with all of my heart. And I will worship you with all of my mind. And I will worship you with all of my strength. For you are my Lord. You are my Lord. For you are my Lord. You are my Lord. For you are my Lord. You are my Lord. Hallelujah. Hallelujah. കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിനായ കർത്താവേ, ഹല്ലേലൂയ. അങ്ങേ കർത്താവേ, അങ്ങയുടെ കഴുതനായി കർത്താവ് അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, ഇത്രത്തോളം കർത്താവേ അടികളെ നടത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, പാടി സ്തുതിക്കുവാൻ കർത്താവിനെയും അധികമായി കർത്താവേ അങ്ങയുടെ മുന്നിൽ വളരുവാൻ കർത്താവേ ഇടയാക്കുവാന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പാടി അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ കർത്താവേ, അത് കർത്താവേ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ അടിയങ്ങളൊന്ന് ബലപ്പെടുത്തിക്കൊള്ളുമാന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവ സ്ഥാനത്തെ കൊണ്ട് മറയ്ക്കുമാന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ആരാധന കർത്താവ് ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് കാണുന്നവർക്ക് കർത്താവ് ഒരു അനുഗ്രഹമായി വിടുതലുമായി തീരുവാൻ സ്വർഗ്ഗം അങ്ങ് സഹായിക്കുമാന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രിയദാസന കർത്താവേ വചനങ്ങളാൽ അങ്ങ് നിറയ്ക്കുവാൻ തക്കണം കൃപ ചെയ്യുമാന്ന് പ്രാർത്ഥിക്കുന്ന വചനങ്ങളെ പൊരുളുകൾ കർത്താവെ മർമ്മങ്ങൾ തന്നെ കർത്താവ് വെളിപ്പെടുത്തുവാൻ തക്കണം കൃപ ചെയ്യുമാന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും. പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കുമെന്ന് പ്രാർത്ഥിക്കുന്ന 2-3 പേർ കർത്താവെ നിങ്ങളുടെ നാടുകളിൽ കൂടുന്നത് നിങ്ങളുടെ സാന്നിധ്യം കൊടുന്ന കർത്താവെ, ദൈവസ്ഥാനത്തും കർത്താവെ അടിയങ്ങൾ കൂടെ ഉള്ളവനാകെ സ്തുതിക്കുന്ന കർത്താവെ, ദൈവം കർത്താവെ പ്രയാസന അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളുടെ ശബ്ദം കേൾപ്പാൻ ഇടയാക്കുമെന്ന് ആദ്യം അവസാനം വരെ തിരുസാന്നിധ്യം കൂടിയിരിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ കൂടുന്ന പ്രാർത്ഥന കേട്ട സ്തോത്രം മാനവമഹത്വം കൊടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ.
Praise the Lord. Hallelujah. Hallelujah. അനുഗ്രഹിക്കട്ടെ. വർഷപ്പിനെ സ്തോത്രം ചെയ്യുന്നു. Praise the Lord. കർത്താവിന് കൈ അടിച്ചെങ്കിൽ നന്ദി പറയും. Praise the Lord. ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന എല്ലാവരും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. Praise the Lord. സിസ്റ്റർ ബ്രദർ സഞ്ജീവ് സിസ്റ്റർ ഡോമിയോ ഫാമിലി ആയിട്ട് വർഷിപ്പ് ചെയ്യുന്നത് കർത്താവിന് സ്തോത്രം ചെയ്യും. Praise the Lord. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ മേഖലകളിലും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. Praise the Lord. ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന എല്ലാവരും ഓർത്ത് കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. Praise the Lord. അപ്പൊ ഇന്ന് നമ്മള് ഗോഡ് ബ്ലസ് യു സിസ്റ്റർ ബ്രദർ. ഓക്കെ, സോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് Praise the Lord. അപ്പൊ കർത്താവിൽ ആശ്രയിക്കുന്ന ആൾക്കാരെ എന്ത് വില കൊടുത്തും കർത്താവ് സംരക്ഷിക്കും. Praise the Lord. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫസ്റ്റ് സെഷൻ സംസാരിച്ചായിരുന്നു. ഇപ്പൊ അതിന്റെ സെക്കൻഡ് സെഷന് സംസാരിക്കാനായിട്ട് ജസ്റ്റ് ഫസ്റ്റ് പാർട്ടിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ടോട് കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് തേർഡ് പാർട്ടും എടുക്കാനായിട്ട് പറയാനാണ് ഒത്തിരി ഉണ്ട്. Praise the Lord. ഇത് പ്രധാനപ്പെട്ട വചനഭാഗങ്ങൾ ജസ്റ്റ് കോട്ടയായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിശ്ചയമായിട്ടും ഈ വചനം കേൾക്കുമ്പോൾ അനേകം ആൾക്കാർക്ക് കർത്താവിനുള്ള ആ ഒരു ട്രസ്റ്റ് വർദ്ധിക്കും. കാരണം വെച്ചാൽ എത്ര പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകത്തില്ല. ഓരോരോ വഴികൾ കർത്താവ് നമുക്ക് തുറന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവ് നന്ദിയോടെ ശ്രദ്ധിക്കുന്ന യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവ് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ കർത്താവ് അനേകം ആൾക്കാർ കർത്താവിനെ അറിയുന്നതിനോർത്ത് കർത്താവ് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കർത്താവ് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ആൾക്കാർ കർത്താവിനെ അറിയാനുള്ള കുറവ് പഠിക്കട്ടെ. കർത്താവിലുള്ള ട്രസ്റ്റിങ് വരുത്തി കൊടുക്കുന്നവരോട് നന്ദി പറഞ്ഞു. കർത്താവ് ആശ്രയത്തിന് കൊടുക്കുന്നവരോട് നന്ദി പറഞ്ഞു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം, യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. അതേപോലെ തന്നെ അപ്പൊ നമുക്കറിയാം ഇന്ന് നമ്മുടെ ഇവിടെ ജനറൽ ഇലക്ഷന്റെ ഇന്ത്യയുടെ ജനറൽ ഇലക്ഷന്റെ റിസൾട്ട് ഏകദേശം വന്നിരിക്കുകയാണ്. ആര് ഭരിച്ചാലും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വചനം ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു ഗവൺമെന്റ് ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാം. Praise the Lord. ഹല്ലേലൂയ. നമ്മൾ ആർക്കും എതിരല്ല. Praise the Lord. കാരണം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന Praise the Lord. അപ്പൊ അങ്ങനെയുള്ളവര് മാറി നിൽക്കാനായിട്ട് പ്രാർത്ഥിക്കാം. Praise the Lord. ഹല്ലേലൂയ. അപ്പം അങ്ങനെ അല്ലാത്തവരൊക്കെ ഭരിക്കട്ടെ. Praise the Lord. കാരണം കർത്താവിന്റെ വചനം എല്ലാ സ്ഥലത്തും എത്തട്ടെ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. അപ്പം വ്യക്തി സ്വാതന്ത്ര്യം കൊടുക്കുന്ന അപ്പൊ ആരാണെങ്കിലും അവർ വരട്ടെ, ഭരിക്കട്ടെ. Praise the Lord. അങ്ങനെ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. Praise the Lord. അപ്പൊ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് തന്നെ ചെയ്യും. Praise the Lord. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മളിങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിച്ചിരുന്നത് അപ്പോസ്തല പ്രവൃത്തിയായിരുന്നു. ബുക്ക് ഓഫ് ആക്ട്സ് എന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി. കർത്താവിനെ ആശ്രയിക്കുന്നവരെ കർത്താവ് എന്ത് വില കൊടുത്തും സംരക്ഷിക്കും, സംരക്ഷിച്ചിരിക്കും. അതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത്. ഈ പ്രാവശ്യം നമ്മൾ അത് തന്നെ പറയാനായിട്ട് പോകുന്നത്. അതിനെക്കുറിച്ച് ഇതിൽ നമ്മൾ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 28 ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 28:3 അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസിനെ കർത്താവ് സംരക്ഷിച്ചു. അപ്പൊ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. പൗലോസിനെ കർത്താവ് സംരക്ഷിച്ചു. ഏതൊക്കെ രീതി പൗലോസ് കർത്താവ് മരിച്ചു എന്ന് വെച്ചാല് മറ്റുള്ളവരെ പൗലോസ് കൊല്ലപ്പെട്ടു. കാരണം വെച്ചാല് പൗലോസിന്റെ ആ പ്രേക്ഷിത വേല ഇത് ലോകത്ത് തീർന്നു. Praise the Lord. ഹല്ലേലൂയ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞിട്ടാ പൗലോസ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാനായിട്ട് ഇടവന്നത്. ശത്രുക്കൾക്ക് പൗലോസിനെ തകർക്കാനായിട്ട് പറ്റിയത്, ദേഹത്ത് ടച്ച് ചെയ്യാൻ പറ്റി. അല്ലാത്ത ഒരു സമയത്തും പൗലോസിനെ ദേഹത്ത് അവരെ ഉപദ്രവിച്ചെങ്കിൽ തന്നെ അതിൽ നിന്നെല്ലാം കർത്താവ് രക്ഷപ്പെടുത്തി. പല രീതിയിൽ കർത്താവ് പൗലോസിനെ രക്ഷപ്പെടുത്തി. പൗലോസ് മാത്രമല്ല, പഴയ നിയമത്തിലായിക്കോട്ടെ പുതിയ നിയമത്തിലായിക്കോട്ടെ ഓരോരോ നമുക്കറിയാം ഓരോ ക്യാരക്ടറിനെ എടുക്കുവാണെങ്കിൽ അബ്രഹാം ആയിക്കോട്ടെ, ഇസ്ഹാക്ക് ആയിക്കോട്ടെ, യാക്കോബ് ആയിക്കോട്ടെ, ദാവീദ് ആയിക്കോട്ടെ, ദാവീദ് യുദ്ധ സമയത്തൊക്കെ സ്വന്തം മകന്റെ പിന്നെ അക്രമത്തിൽ നിന്ന് വേരെയും ഒളിച്ചോടേണ്ട സ്ഥിതി വേരെയും വന്നു. Praise the Lord. അബ്സലോം. അപ്പൊ ആ സമയത്ത് വേരെയും കർത്താവ് പ്രൊട്ടക്ട് ചെയ്യും. Praise the Lord. പ്രൊട്ടക്ഷൻ കൊടുക്കും. അപ്പൊ നമുക്കറിയാം കർത്താവിൽ ആശ്രയിക്കുന്ന ആൾക്കാർ ജീവരക്ഷ നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും കർത്താവ് നമുക്ക് പ്രൊട്ടക്ഷൻ തരും. കർത്താവ് നമുക്ക് സംരക്ഷണം തരും. അതാണ് നമ്മുടെ കർത്താവ്. Praise the Lord. ഇത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിയെ സ്തോത്രം ചെയ്യുന്നു. തോമസ്, ഗോഡ് ബ്ലസ് യു. അഷ മോൾ, ഗോഡ് ബ്ലസ് യു. ടോമിൻ, ബ്ലെക്സി, ഡാനിയൽ, പീറ്റർ, പാസ്റ്റർ മോസസ്, ഗോഡ് ബ്ലസ് യു. അബി മോസ്കി, ഗോഡ് ബ്ലസ് യു. ബെന്നി തുണ്ടിൽ, ഗോഡ് ബ്ലസ് യു. എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു.
ഈ കർത്താവിന്റെ വചനം ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തെ എല്ലാവരും ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, ചിലപ്പോൾ നമ്മൾ ഈ ഗോസ്പൽ റിവ്യൂ തുടങ്ങിയിട്ട് 2020 തുടങ്ങിയതാണ്. 2020 2020 മാർച്ചിൽ ഏപ്രിലിൽ തുടങ്ങിയത്. ഇപ്പൊ എത്ര വർഷമായി. പ്രൈസല്ലോ. അപ്പം ഈ റിവ്യൂവൽ മീറ്റിംഗ് തുടങ്ങി ചെയ്തില്ല എങ്കിൽ എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ്. ഇത് നമ്മുടെ എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ പോലെയാണ് റിവ്യൂവൽ കോൺഫറൻസ് എന്ന് പറയുന്നത്, റിവ്യൂവൽ മീറ്റിംഗ് ഇൻ ആൻഡ് ഔട്ട്. അപ്പൊ ഇത് ചെയ്തില്ല എങ്കിൽ ഭയങ്കര വിഷമമാണ് മനസ്സിൽ. അതേപോലെ തന്നെ ഒരു കാര്യവും നേരായ രീതിയിൽ നടക്കുന്നില്ലാത്ത രീതിയിൽ കർത്താവിന്റെ വേല നമ്മൾ ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നടക്കാത്ത കാര്യങ്ങൾ കർത്താവ് നടത്തി തരും. അത്ഭുതകരമായിട്ട് നടക്കും. നമ്മുടെ ജീവിതം തന്നെ അത്ഭുതമായിരിക്കും. അതാണ് ദൈവവേലയിൽ നമ്മൾ നിൽക്കുമ്പോൾ, ദൈവവേല നമ്മൾ ചെയ്യുമ്പോഴും ദൈവവേല ചെയ്ത ആള് ചെയ്യാതിരിക്കുമ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മേഖല എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും അവിടെ ഒരു അത്ഭുതമാണ്, അവിടെ ഒരു മിറക്കിൾ കർത്താവ് ചെയ്തു തരും. പ്രൈസല്ലോ. അപ്പൊ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ കർത്താവ് സംരക്ഷിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അതേപോലെ ബുദ്ധിമുട്ടാണ്, പക്ഷെ അതിന്റെ ഇടയ്ക്കും കർത്താവ് ഒരു വഴി തോന്നുന്നു. പ്രൈസല്ലോ. ഞാനൊക്കെ കർത്താവിന്റെ വേല എന്ന് പറഞ്ഞാല് മാസാവസാനമൊക്കെ ആകുമ്പോൾ പെട്രോൾ അടിക്കാൻ പേരും പൈസ ഇല്ലാത്ത അവസ്ഥ. എന്നാലും വണ്ടി ഓടിച്ച് പോകണം കർത്താവിനെ പ്രവേശിക്കാനായിട്ട്. അപ്പം എന്ന് പറഞ്ഞാല് 10, 200, 300 മൈലൊക്കെ ചിലപ്പോൾ വണ്ടി ഓടിച്ച് പോകും. ഇപ്പൊ ഓരോ ചർച്ചകളെ എൻകറേജ് ചെയ്യുന്നുണ്ട്, ഓരോരോ ചർച്ചകൾ എൻകറേജ് ചെയ്യാറുണ്ട് കൂട്ടമായിട്ട്. പ്രൈസല്ലോ. കാലരിയ എനിക്ക് ഇപ്പം ഇംഗ്ലീഷ് ചർച്ചകൾ, മലയാള ചർച്ചകളുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് ചർച്ചകൾ, ആഫ്രിക്കൻ ചർച്ചകളെ പ്രൈസല്ലോ. അപ്പൊ അവര് ഒരുമിച്ച് നിൽക്കുമ്പോണ്ടല്ലോ നമുക്ക് നല്ലൊരു ഉണർവാണ്. ആ ദേശം ചെന്ന് കഴിയുമ്പോൾ വലിയ ഉണർവാണ്. അതുപോലെ തന്നെ നമ്മുടെ ദേശങ്ങളെ മൊത്തം ഉണർവാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തലപ്രവൃത്തി 28:3 പറഞ്ഞാൽ പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അവിടെ ഉള്ളവരെല്ലാം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ എന്ന് സംശയമില്ല എന്ന് പൗലോസിനെ കുറിച്ച് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ തുടർമാനായിട്ട് നമുക്കറിയാം പൗലോസ് എന്ന് വെച്ചാല് ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 28:5 28 അധ്യായം 5-ാം വാക്യം പറയുന്നത്, അവനോ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. ഇതാണ് ദൈവമക്കൾ. കർത്താവിനെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ നിശ്ചയമായിട്ട് പാമ്പ് കടിച്ചതാ. പറയത്തില്ല, പാമ്പ് കടിച്ചു. പക്ഷേ നമുക്കെന്താ, കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നും ഒരിക്കലും ഒരു ദോഷവും സംഭവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ദൈവവേല നിൽക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. അതേപോലെ തന്നെ പഞ്ച അസുഖങ്ങളുണ്ടാവും. പിന്നെ കൊറോണ സമയത്തൊക്കെ ഞാൻ പറയാം, 2020-21 സീറ്റിൽ പോയി ഞാൻ കർത്താവിനെ പ്രവേശിക്കുമായിരുന്നു. അപ്പൊ കർത്താവ് അത് ആ സമയത്ത് രോഗ സർക്കിൾ ഒത്തിരി കൊടുത്തു. പക്ഷെ ഞാൻ ഇന്നേ വരെ ഒരു അസുഖമായിട്ട് കിടന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചെറുതായിട്ട് അസുഖമായിട്ട് ഒരു മാസം റെസ്റ്റ് എടുക്കാൻ കാര്യം എന്ന് വെച്ചാല്, ഒരു മാസം റെസ്റ്റ് എടുക്കാൻ കാര്യം വെച്ചാൽ സ്ട്രീറ്റ് കർത്താവിന്റെ വചനം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് somebody came and attack. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് മാത്രം ചെറിയൊരു റെസ്റ്റ് എടുത്തു. അപ്പൊ ആ സമയത്ത് മാത്രം. അല്ലാണ്ട് ഈ അസുഖമായിട്ട് ഇന്നേ വരെ കിടക്കാൻ കർത്താവ് ഇടവരുത്തിയിട്ടില്ല. ഇടവരുത്തത് എനിക്ക് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം വെച്ചാല് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവവേലയിൽ നമ്മൾ എവിടെയായിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാലും യേശുക്രിസ്തുവിന്റെ നാമം ഉപയോഗിച്ച് കഴിയുമ്പോൾ അവിടെ അത്ഭുതമുണ്ട്, ശക്തിയുണ്ട്. പൗലോസിന്റെ ജീവിതത്തിൽ മൊത്തം പൗലോസ് യേശുവിന്റെ നാമം ഉപയോഗിച്ചിരുന്നു. യേശുക്രിസ്തുവിൽ ട്രസ്റ്റിംഗ് കൂടെ, യേശുക്രിസ്തു പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതിൽ നിന്ന് കർത്താവ് രക്ഷപ്പെടുത്തും എന്നുള്ള ആ പ്രതീക്ഷയുണ്ട്. അതാണ് ദൈവമക്കളെ പ്രതീക്ഷ. ഈ ലോകത്തിൽ പൈസ ഉണ്ടാക്കുന്നൊന്നല്ല പ്രതീക്ഷ, പ്രിയമുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ നമ്മൾ അതുപോലെ തന്നെ 24 മണിക്കൂറും ജോലി ചെയ്തിട്ട് പൈസ എങ്ങനെ ബാങ്കിൽ കുന്നുകൂട്ടും, അതല്ല പ്രതീക്ഷ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യാതൊരു കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രതീക്ഷ കർത്താവിലുള്ള ആ ട്രസ്റ്റിങ് നമുക്കുണ്ടെങ്കിൽ, കർത്താവിൽ ആശ്രയത്വം ഉണ്ടെങ്കിൽ, എത്ര ബുദ്ധിമുട്ട് വന്ന എങ്കിൽ തന്നെയും അതിൽ നിന്നെല്ലാം ഈ ദൈവം നമ്മളെ പരിപാലിക്കും എന്നുള്ള ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ദൈവത്തിന് വിശുദ്ധാത്മാവ് തരും. അതാണ് നമ്മുടെ വിജയം. അതുകൊണ്ടാണ് നമുക്ക് യോഹന്നാൻ സുവിശേഷം ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 5 എന്ന് പറയുന്ന 5-ാം അധ്യായം പറഞ്ഞു കഴിഞ്ഞാല് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെ നമ്മള് ജയാളികളായി തീരുന്നു. വി ആർ മോർ ദാൻ എ കോൺകറർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. പ്രൈസ്. അതാണ് യേശുക്രിസ്തു വിശ്വാസത്താല്. അപ്പം പൗലോസ് എന്ത് ചെയ്യുന്ന വെച്ചാല്, അതിനു മുമ്പായിട്ട് നമുക്കറിയാം, ഈ ആ ദ്വീപിൽ ചെല്ലുന്നതിന് മുമ്പായിട്ട് പൗലോസ് കഴിഞ്ഞാല് കപ്പല് അപകടത്തിൽപ്പെട്ടു. 14 ദിവസം ഭക്ഷണം പേരിയും കഴിക്കാതെ, നമുക്കറിയാം ഈ സൂര്യപ്രകാശം പേരി അടിക്കാതെ ഇരുന്ന് നമ്മളാരും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ കടന്നു വരും പോയിട്ടില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസം പേര് നശിക്കും. പക്ഷെ പൗലോസ് അതെല്ലാം അനുഭവിക്കാനായിട്ട് ഇടവന്നു. അങ്ങനെ അനുഭവിച്ചെങ്കിൽ തന്നെയും കർത്താവിന്റെ വിശ്വാസം ഉണ്ടായിരുന്നു. ഈ ദൈവത്തിൽ നിന്ന് പൗലോസ് പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. അതാണ് നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്ന ആൾക്കാർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ വലിയൊരു പ്രതീക്ഷ തരും. ഇന്നുണ്ടാകുന്ന പുത്തുകളും പ്രയാസങ്ങളൊക്കെ അതിൻ്റെ ഒരു എൻഡിങ് ഉണ്ട്.
പ്രൈസ്. അതിങ്ങനെ ദീർഘകാലം വർഷങ്ങളായിട്ട് നീണ്ടു പോകത്തില്ല. കർത്താവിനെ അറിഞ്ഞ വഴിയായിട്ട് നമ്മൾ നമ്മുടെ വീട്ടുകാരും നമ്മുടെ സഹോദരങ്ങൾ നമ്മൾ ബുദ്ധിമുട്ടിക്കും. അതിനൊരു എൻഡിങ് വരും. കർത്താവ് തന്നെ ഫുൾ സ്റ്റോപ്പ് ഇടും അതിന്. അത് അധികം നാൾ വരത്തില്ല. ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ തന്നെ, ഒരു ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ അത് സംഭവിക്കും എന്ന് വിചാരിച്ച് നമ്മൾ അത് ഓർത്ത് നമ്മളെ ബുദ്ധിമുട്ടി നമ്മുടെ ജീവിതം നമ്മളെ കളയരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറയുന്നത്. ദൈവം ഞാൻ ഇവരോട് പിന്നെ ഈ നോമി ജോയിൻ ചെയ്തപ്പോൾ ഞാൻ ഇവരോട് പറയുമായിരുന്നു ചെയ്തത്. കാരണം വെച്ചാൽ ബ്രദറോട് പറയുമായിരുന്നു ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ വീട്ടിലുള്ളത് രക്ഷിക്കപ്പെടാനായിട്ട് അവർക്കെല്ലാവർക്കും രക്ഷയുടെ വചനം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരോടും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പറഞ്ഞത്. ഇപ്പൊ അവരാരും വിളിക്കലേ. അപ്പൊ ഒരു നാളെല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിലേക്ക് വരും. വന്നിട്ടെ, അല്ലെങ്കിൽ കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മളായിട്ട് നമ്മൾ സത്യവചനം നമ്മൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. രക്ഷയുടെ മാർഗം ബാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യും. എന്നെ കേൾക്കുന്ന എല്ലാവരും പ്രൈസ് ദി ലോർഡ് രക്ഷയിലേക്ക് വരുവാനായിട്ട് യേശു ക്രിസ്തുവാണ് ഉത്സാഹിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിൽ നമ്മൾ രക്ഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കർത്താവ് നോക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും കർത്താവ് നമ്മളെ സംരക്ഷിക്കും. അതാണ് പൗലോസിനെ കർത്താവ് സംരക്ഷിക്കും. നമ്മളെ മാത്രമല്ല, നമ്മളിലൂടെ നമ്മുടെ കുടുംബത്തെ എല്ലാവരെയും കർത്താവ് സംരക്ഷിക്കും. അതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചത് പൗലോസിലൂടെ ആ കപ്പലിലുള്ള എല്ലാവരെയും കർത്താവ് വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരാൾ പേരെയും അവിടുന്ന് ഭൂമിയിൽ നിന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാൻ കർത്താവ് അവിടെ വരുത്തിയിട്ടില്ല. പൗലോസിന് കൂടെ എല്ലാവരും ആ കർത്താവിനെ കർത്താവിനെ അറിഞ്ഞ വഴിയായിട്ട് പൗലോസിലൂടെ പ്രൈസ് ദി ലോർഡ് കർത്താവിനെ അറിയാത്ത ആൾക്കാരെ കൂടെ കർത്താവ് വിടുവിച്ചു. പ്രൈസ്. അതാണ് കർത്താവിന്റെ കരുണയാണ്. അതുപോലെ പറഞ്ഞാൽ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ കർത്താവിനെ പ്രഘോഷിക്കുമ്പോൾ നമ്മളെ ഓർത്ത് അവിടെ വരുന്ന ആ പ്രദേശത്തിന് അനർത്ഥം കർത്താവ് മാറ്റിക്കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് നമ്മളെ ഓർത്ത് അവിടെ വരുന്ന അനർത്ഥം കർത്താവ് മാറ്റിക്കളയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കർത്താവിലെ ദൈവവേലി ശക്തിപ്പെട്ടിരിക്കുന്ന ആൾക്കാർ പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരു ദേശത്ത് ഒരു പ്രശ്നം ഉണ്ടായില്ല എങ്കിൽ തന്നെയും നമ്മൾ വിചാരിക്കും അത് നമ്മുടെ കഴിവല്ല, മറിച്ച് കർത്താവിന് നമ്മളുള്ള കരുണയാണ്. നമ്മൾ കർത്താവിനോട് നിൽക്കുന്നതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഞാനൊക്കെ ഉക്രൈൻ റഷ്യ യുദ്ധകാലത്തൊക്കെ നമുക്കറിയാം. ഉക്രൈനുള്ള രണ്ടുപേരെ ഒരാളെയും സ്ഥാനപ്പെടുത്തിയിരുന്നു. ഉക്രൈൻ എന്നുള്ള ഒരു സിസ്റ്ററിനെ സ്ഥാനപ്പെടുത്താനായിട്ട് കർത്താവ് കുറവ് വന്നു. അതുപോലെ തന്നെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് സിറ്റിസൺ ആയിട്ടുള്ള ഒരാൾ അപ്പൊ ആ യുദ്ധ സമയത്ത് പ്രാർത്ഥിച്ചു. ഉക്രൈന് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. എങ്കിൽ തന്നെയും അവര് പൂർണ്ണമായിട്ട് ഇല്ലാതായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ ചർച്ചിൽ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കർത്താവ് ഇപ്പോഴും ആ രാജ്യം അവിടെ തന്നെയുണ്ട്. അല്പമൊക്കെ ബുദ്ധിമുട്ടൊന്ന് മാറിപ്പോയെങ്കിൽ തന്നെയും അപ്പം ഞാൻ കർത്താവിന്റെ കൃപയാൽ പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ ആ ശക്തി അവരുടെ മേലുണ്ട്. കർത്താവിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് എല്ലാ കാര്യവും നമ്മുടെ ജീവിതത്തിൽ തന്നെ കർത്താവ് ചെയ്തു. അതാണ് യെരമ്യാപ്രവാചകന്റെ പുസ്തകം 17:7 നമ്മൾ വായിച്ചെന്ന് വെച്ചാൽ, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറയുന്നത് അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റിരികെ വേരൊന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. അതാണ് പറയുന്നത്. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. വരൾച്ചയുള്ള കാലത്തും അത് വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. പ്രൈസ്. എത്ര ക്ഷാമമുള്ള കാലമാണെങ്കിലും പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ എന്നെ കേൾക്കുന്ന ആൾക്കാർ ജോലിയില്ലാതെ എന്നെ കേൾക്കുന്ന ആൾക്കാരുടെ വാച്ച് ചെയ്തുകൊണ്ട് ജോലിയില്ലാത്ത ആൾക്കാർ അതിൽ നിന്നെല്ലാം കർത്താവ് നിങ്ങളെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴികൾ കർത്താവ്. ഒരേ ഒരു കാര്യം, നമുക്ക് എന്ന ടാലന്റ് നമ്മൾ ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്കിപ്പം കർത്താവ് എന്ത് ടാലന്റാണ് നമുക്ക് തന്നിരിക്കുന്നത്, അത് നമ്മൾ ഉപയോഗിക്കണം. ജോലി ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഇരിക്കരുത്. പല സ്ഥലങ്ങളിൽ നമ്മൾ ജോലി അന്വേഷിക്കാനായിട്ട് പോകണം. കർത്താവ് ഒരുപാട് തുറന്നു തരും. പ്രൈസ് ദി ലോർഡ്. എല്ലാ സ്ഥലങ്ങളിലും പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് പിന്നെയും വന്നിരിക്കരുത്. വീണ്ടും ട്രൈ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ട്രൈ ചെയ്യണം. നമുക്കറിയാം അന്ധകാര ശക്തികൾ 24 മണിക്കൂർ നമ്മളെ തകർക്കാൻ ശ്രമിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഈ അന്ധകാര ശക്തികൾ മറ്റുള്ള ആൾക്കാർ വഴിയായിട്ട് എങ്ങനെയും കർത്താവിൽ ആശ്രയിക്കുന്ന ആൾക്കാരെ സാമ്പത്തികപരമായിട്ട് ഏതിരെയും തകർക്കാനായിട്ട് ഏത് സമയം ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മരണം പേര് ശ്രമിക്കും. നമ്മൾ ഇന്ന് യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്ന നമ്മളെല്ലാവരും ഒരു യുദ്ധക്കളത്തിലാണ് ഏത് സമയവും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഏത് സമയവും അന്ധകാര ശക്തിയോടെ പോരാടിക്കൊണ്ടിരിക്കണം. ഏത് സമയം നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവിനോട്. നമ്മുടെ സംരക്ഷണത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. സ്ഥിരത്വത്തിന്റെ സംരക്ഷണോട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു നാള് കർത്താവ് വിജയം തരും. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവ് പറയുന്നത്, നീതിമാൻ കുലുങ്ങാൻ കർത്താവ് അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നീതിമാൻ അനർത്ഥങ്ങൾ പലതാണെങ്കിലും അവരെ കുലുങ്ങാൻ കർത്താവ് അനുവദിക്കത്തില്ല എന്ന് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് ബൈബിളിൽ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ
കർത്താവില് ആശ്രയം വയ്ക്കുവാനായിട്ട് എന്നെ കേൾക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തെ എന്നെ ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസല്ലോ. ഇപ്പൊ ഞാൻ 2011 രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടത്. 2011 രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് കഴിഞ്ഞിട്ട് അപ്പൊ ആദ്യം എനിക്ക് വചനം പേര് അറിയത്തില്ല, ഒന്നും അറിയത്തില്ലാതെ കർത്താവിന്റെ വചനം പ്രവേശിച്ചു. അത് കഴിഞ്ഞിട്ട് 2017 കർത്താവിന്റെ വചനം പബ്ലിക് സ്ട്രീറ്റ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. 2017 അന്നൊക്കെ ഞാൻ കർത്താവിന്റെ വചനം പ്രസംഗിച്ച കർത്താവ് ഇത് ഞാൻ തന്നെയാണല്ലോ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ ഒരു വ്യക്തിയില്ലെന്ന്. ഇന്ന് ആ പ്രസംഗിച്ച സിറ്റികളിലൊക്കെ ആരൊക്കെ എന്നെ അവഗണിച്ചിട്ടുണ്ട് അവിടെയൊക്കെ കർത്താവ് കൂട്ട സ്നാനങ്ങൾ കൊടുത്തു. എന്റെ കയ്യാൽ തന്നെ സ്നാനങ്ങൾ ഒത്തിരി പേരെ കർത്താവ് ചെയ്തു. മലയാളിയായാലും ഇംഗ്ലീഷുകാരെ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ തന്നെ കർത്താവ് ചർച്ച തന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ അനേകം ആൾക്കാർ ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് ആ സിറ്റിയിൽ നിന്ന് ആൾക്കാരെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവർ UK പല ഭാഗങ്ങളിൽ പോയി കർത്താവിനെ പ്രഘോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ എവിടെയൊക്കെ കർത്താവിനെ എവിടെയൊക്കെ നമ്മൾ അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ കർത്താവ് നമ്മളെ മാനിക്കും. ഏത് സിറ്റിയിലാണ് നിങ്ങൾ കർത്താവിന്റെ വചനത്തെ പ്രതി ആരെങ്കിലും നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നെങ്കിൽ അവരെ കർത്താവ് ഉപയോഗിക്കും, അല്ലെങ്കിൽ അവരെ അന്ധകാര ശക്തിയിൽ തന്നെ അവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞാൽ കർത്താവിന്റെ വചനം അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള അതൊരു ജീവനും ചൈതന്യമുള്ള ശക്തമായ വചനമാണ് കർത്താവിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. അപ്പം ചില സമയത്തൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിച്ചപ്പം മഴയുള്ള സമയത്ത് നമുക്ക് പുറത്തിറങ്ങി പോയി പ്രസംഗിക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു ടൗണിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് ഒരു ചാപ്റ്റർ ബൈബിൾ വായിക്കും. ഇന്ന് അവിടേക്ക് ഉണർവ് നടന്നുകൊണ്ടിരിക്കുവാണ്. പ്രൈസ് ദി ലോർഡ്. ലണ്ടൻ ടൗണിലേക്ക് ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. ആഫ്രിക്കക്കാര് വചനം കേട്ട വഴിയായിട്ട് അവരും പിന്നെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്ത വഴിയായിട്ട് അവരും കർത്താവിനെ പ്രഘോഷിക്കുന്നു. അവിടെ ഉണർന്നുകൊണ്ടൊക്കെയാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിന്റെ വചനം നമ്മൾ ഓൺലൈൻ വഴി കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിലൂടെ എങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാലും കർത്താവ് നിങ്ങളെ ടച്ച് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ കർത്താവിന്റെ വചനം കേൾക്കുന്നത് നിങ്ങളെയും കർത്താവ് ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എനിക്ക് തന്നെയല്ല കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ പറ്റുന്നത്. ഞാൻ കർത്താവ് ജസ്റ്റ് ഉപയോഗിക്കുന്ന മാത്രം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവിന്റെ വചനം പ്രഘോഷിക്കാനായിട്ട് പറ്റും. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുക. കർത്താവ് നമ്മളെ രാജകീയ പുരോഹിത വംശവും വിശുദ്ധ ജനവുമായിട്ട് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വി ആർ ദ പ്രോഫറ്റ്സ്. നമ്മള് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും അതുപോലെ പാസ്റ്റേഴ്സ്, മിഷണറീസ്, പിന്നെ ഓരോരോ കാറ്റഗറി ആയിട്ട് കർത്താവ് ഇവാഞ്ചലിസ്റ്റ്, ഇങ്ങനെയൊക്കെ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെട്ട ഒരാള് കർത്താവ് വലിയൊരു ഹൈ കോളിംഗാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഹെവൻലി കോളിംഗാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ജോലി ചെയ്ത് ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനല്ല കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. രാജ്യങ്ങൾക്ക് സുവിശേഷം അറിയിക്കുവാനായിട്ടാണ് കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതാണ് ബൈബിൾ പറയുന്നത്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപാടിന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ ലോകത്തില് 800 കോടി ജനങ്ങളിലും അതിൽ 100 കോടി ജനങ്ങൾ പേരും കർത്താവിനെ അറിഞ്ഞിട്ടില്ല. അനേകം ആൾക്കാർ കർത്താവിനെ അറിയാനായിട്ട് കിടക്കുന്നു. നമ്മളിങ്ങനെ ജോലിയും ചെയ്ത് 24 മണിക്കൂറും ജീവിക്കാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ലീവ് എടുക്കണം. ഒരു ദിവസം നമ്മൾ പുറത്തു പോയിട്ട് കർത്താവിനെ പ്രഘോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി നമുക്കറിയാം. അപ്പോൾ ശിഷ്യന്മാർ മൊത്തം കർത്താവിന്റെ വചനം പ്രസംഗിച്ചപ്പോൾ അവർ അത്ഭുതങ്ങൾ ചെയ്തു. അത്ഭുതങ്ങൾ ചെയ്ത് ചുമ്മാതെ ഒന്നല്ല അത്ഭുതങ്ങൾ ചെയ്ത്, അവർ പ്രവൃത്തി ചെയ്തപ്പോൾ അത്ഭുതങ്ങൾ ചെയ്ത്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തിയിൽ 3 അധ്യായം വായിക്കണം. നമുക്കറിയാം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 3 when you are reading Apostle Peter and John, he was doing the miracle in the name of Jesus Christ. അതാണ് അപ്പോസ്തല പ്രവൃത്തി 3 അധ്യായം നമുക്കറിയാം. അവര് പ്രവൃത്തി ചെയ്തു. അവര് ദേവാലയത്തിലേക്ക് ചെന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവിടെ ജന്മനാ മുടന്തനായിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തിയെ കണ്ടു കഴിഞ്ഞിട്ട് അവര് പ്രവൃത്തി ചെയ്തു. പ്രവൃത്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, പ്രൈസ് ദി ലോർഡ്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. ആ സമയത്താണ് അവര് യേശുവിന്റെ നാമം മറ്റുള്ളവരെ പബ്ലിക്കായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ ആ സമയത്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാരെ അടയാളങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ആരൊക്കെ ദൈവത്തിന്റെ നാമം പബ്ലിക്കായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നുണ്ടോ അത് കർത്താവിന്റെ ഡ്യൂട്ടിയാണ്. അത് ആ ഉപയോഗിക്കുന്ന നാമം ശക്തമാണെന്ന് തെളിയിക്കാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞായിരുന്നു എല്ലാവരും. ഇപ്പൊ നമ്മൾ യേശുക്രിസ്തുവിന്റെ നാമം നമ്മൾ എടുത്ത് നമ്മൾ വിചാരിക്കും ഒന്നും അല്ലെന്ന്. പക്ഷെ അതിന് ഭയങ്കര ശക്തിയാണ്. അവർ ഗോഡ്സ് നെയിം ഇസ് എ പവർഫുൾ നെയിം. ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇസ് എ പവർഫുൾ നെയിം. അതാണ്. അത് ശക്തമായ നാമമാണ് യേശുക്രിസ്തുവിന്റെ നാമം. അത് ചുമ്മാതെ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും അത് ശക്തിയുണ്ട് അതിന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അപ്പൊ നമുക്ക് കർത്താവിനെ അറിയത്തില്ലാത്ത ആൾക്കാർ യേശുക്രിസ്തുവിന്റെ നാമം എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാലും അവിടെയും ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അറിഞ്ഞെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അത്യന്ത ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർമായിട്ട് നമുക്കറിയാം പൗലോസ് ദൈവസഭയെ പീഡിപ്പിച്ചു. അപ്പൊ സഭയിൽപ്പെട്ട പീഡിപ്പിച്ചു കഴിഞ്ഞ് സ്തെഫാനോസ് കൊല്ലപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തി 6:7 നമ്മൾ വായിക്കണം. നമുക്കറിയാം. അപ്പം തുടർമാനമായിട്ട് ഫിലിപ്പോസും അതേപോലെ തന്നെ ശിഷ്യന്മാരൊക്കെ പല സ്ഥലങ്ങളിൽ ചിന്നിച്ചിതറി കർത്താവിന്റെ വചനം പ്രഘോഷിച്ച് സമരപട്ടണം അവിടേക്ക് ഇളകി മറഞ്ഞു. അപ്പൊ ആ സമയത്ത് അവർ വചനം പ്രസംഗിച്ചു പോവുകയും ചെയ്തേ. അപ്പം അവർ പ്രസംഗിച്ച വചനം ശരിയാണെന്ന് പ്രസംഗിച്ച സമയത്ത് പരിശുദ്ധാത്മാവ് അടയാളങ്ങൾ കൊണ്ടും
അത്ഭുതങ്ങൾ കൊണ്ടും സ്ഥിരീകരിച്ചതായിട്ട് ദൈവത്തിന്റെ വിശുദ്ധാത്മാവായ വചനത്തിൽ എഴുതിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർമാനോട്ട് അപ്പോസ്തല പ്രവൃത്തി 12 നമ്മൾ വായിക്കുമ്പോൾ അറിയാം, പത്രോസ് കാരാഗൃഹത്തിന് പുറത്തു വന്നു. 14 നമുക്കറിയാം, പ്രൈസ് ദി ലോർഡ്, മുടന്തനായ ഒരു വ്യക്തിയെ കർത്താവിന്റെ വചനം കേട്ട വഴിയായിട്ട് കേട്ട സമയത്ത് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് ടച്ച് ചെയ്ത് ഹീൽ ചെയ്തു. അതൊന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബുക്ക് ഓഫ് അപ്പോസ്തല പ്രവൃത്തി, ബുക്ക് ഓഫ് ആക്ട്സ് 14, അത് 14. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബുക്ക് ഓഫ് ആക്ട്സ് 14 8-9. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 14 verses 8 and 9. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊന്ന് വായിക്കാമോ ബ്രദർ? ഒന്ന് വായിക്കാമോ എടുത്തെങ്കിൽ? ബുക്ക് ഓഫ് അപ്പോസ്തല പ്രവൃത്തി അതില് 14 8-9 വായിക്കാം. ഇസ്രായേൽ അമ്മയുടെ ഗർഭം മുതൽ സ്വതന്ത്രനായി ഒരിക്കലും നടക്കില്ലാതെയും കാലിൽ ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്ന കേട്ട് അവനെ ഉറ്റുനോക്കി. സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലും നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. അപ്പൊ ഞാൻ കർത്താവിന്റെ വചനം നമ്മളെ പ്രസംഗിക്കാത്ത കർത്താവ് അത്ഭുതം ചെയ്യത്തില്ല. ദൈവനാമത്തിന് വേണ്ടി നമ്മളൊരു പ്രവൃത്തി ചെയ്യാതെ കർത്താവ് ചെയ്യത്തില്ല. അപ്പൊ കർത്താവിന്റെ വേല ചെയ്യുന്ന ആൾക്കാര് കർത്താവിന് വേണ്ടി ഇറങ്ങി എന്തെങ്കിലും ചെയ്യണം, എങ്കിലേ പ്രവൃത്തി നടക്കുന്നത്. കർത്താവ് നമുക്ക് ആത്മീയ വരങ്ങളൊക്കെ തന്നിട്ടുണ്ട്, ഹീലിംഗ് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ എങ്ങനെ അത്ഭുതങ്ങൾ നടക്കും? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അതാണ് നമുക്ക് ബൈബിളിനകത്ത് എത്ര ടാലന്റ്, 1 ടാലന്റ് 2 ടാലന്റ് 3 ടാലന്റ് കൊടുത്ത ആൾക്കാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരത് വർദ്ധിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മണ്ണിൽ കുഴിച്ചിട്ട ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അതൊന്നും കിട്ടിയില്ല. അപ്പൊ കർത്താവ് നമ്മളെ വർദ്ധിപ്പിക്കണമെങ്കിൽ, കർത്താവ് ചെയ്യുന്നെങ്കിൽ എന്താ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഉള്ളത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇപ്പൊ 2000 നമുക്ക് ദൈവവേല എന്തെങ്കിലും കർത്താവിന് മിനിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ ആരും ഇല്ലെന്ന് വിചാരിച്ച് വിട്ടു പോകരുത്. ഒറ്റ ഉള്ളെങ്കിലും ദൈവത്തെ കർത്താവ് പ്രഘോഷിക്കണം. പ്രൈസ് ആൾക്കാരെ എണ്ണവും നമ്മൾ നോക്കരുത്, ചർച്ചിന്റെ എണ്ണവും നമ്മൾ നോക്കരുത്. പ്രൈസ് ലോർഡ്. എത്ര പേര് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് നോക്കി. ഇന്ന് ജീവിച്ച് നാളെ മരിച്ചു പോകുന്ന ആൾക്കാർ എന്തിനാ അവരുടെ സപ്പോർട്ട്? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് തരുന്ന ആ വെളിപാട് മറ്റുള്ളവരെ ഷെയർ ചെയ്യാനായിട്ട് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളെ ഇന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു, നിങ്ങൾ ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. ഏത് സാഹചര്യം ആണെങ്കിലും, ചിലപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയാണെങ്കിലും നിങ്ങൾക്ക് ബൈബിൾ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. പ്രൈസ് ലോർഡ്. ഇന്ന് സോഷ്യൽ മീഡിയ എല്ലാം ഫ്രീ ആണ്. പ്രൈസ് ലോർഡ്. ആ കർത്താവിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ കർത്താവ് പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുമെന്ന് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് പറയുന്നു. പ്രൈസ് ലോർഡ്. അല്ലേ? അതാണ് പറയുന്നത്. വെളിപാടിന്റെ പുസ്തകം 3 അധ്യായം, അതിൽ ബുക്ക് അത് റെവലേഷൻസ്, അത് പറഞ്ഞ വെളിപാടിന്റെ പുസ്തകം 3 അധ്യായം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് 3 അധ്യായം അതില് 8-ാം വാക്യം പറയുന്നത്, ബുക്ക് ഓഫ് റെവലേഷൻസ് വെളിപാടിന്റെ പുസ്തകം 3 അധ്യായം 8-ാം വാക്യം പറഞ്ഞ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. നമ്മൾ പ്രവൃത്തി ചെയ്യണം. അതാണ് കർത്താവ് പറയുന്നത്. നമ്മൾ യേശുക്രിസ്തുവിൽ നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, എങ്കിലേ കർത്താവ് നമ്മളെ കോൺട്രാക്ട് ചെയ്യും. അല്ലെങ്കിൽ കർത്താവ് നമ്മളെ സംരക്ഷിക്കാൻ തന്നെയും അത് ഒരു മുൻഗണന അടിസ്ഥാനത്തിൽ കർത്താവ് നമ്മളെ പ്രവൃത്തി ചെയ്യും, നമുക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരും. എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നമ്മൾ എന്തെങ്കിലും ദൈവവേല ചെയ്യണം. നമുക്ക് കഴിഞ്ഞാൽ പ്രാക്ടി കൊടുക്കണം. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ വചനം പ്രഘോഷിക്കണം. സോഷ്യൽ മീഡിയയിലെ കർത്താവിനെ യേശുക്രിസ്തു ദൈവമാണെന്ന് പറയുന്നു. അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ, നമ്മുടെ എംപ്ലോയീസിന് മുമ്പിൽ നമ്മൾ ദൈവ പൈതലാണെന്ന് നമ്മൾ അറിയണം. ഇപ്പൊ ഞാൻ ഈ താമസിക്കുന്ന സിറ്റിയിൽ, പ്രൈസ് ലോർഡ്, എല്ലാം വേറെ പുകഴ്ത്തി പറയല്ല, അവിടെ നിൽക്കുന്ന എല്ലാവർക്കും എന്നെ അറിയാം. ഈ സിറ്റിയിലുള്ള പോഷണത്തിലുള്ള എല്ലാവർക്കും എന്നെ അറിയാം. കർത്താവിന്റെ വചനം പ്രസംഗിക്കാന്നറിയാം. എല്ലാ മുസ്ലിങ്ങൾക്കും അറിയാം. എവിടേക്കും സാധനം വാങ്ങാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരും. പ്രീച്ചിങ് ഗോസ്പൽ എന്ന് പറയും. ചിലവർ എന്നെ ഉള്ളിൽ അവർക്ക് എങ്ങനെയാ ദേഷ്യം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പറയത്തില്ല. അപ്പൊ അവർക്ക് എന്തായാലും കർത്താവിന്റെ വചനം എന്ത് ചെയ്യുന്നു, എത്ര പൈസ കിട്ടുന്നുണ്ടോ അവർ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു പൈസയൊന്നും ഇല്ല പ്രിയെന്ന്. ഞാൻ പറഞ്ഞാല് നമ്മളെ താമസിക്കുന്ന സിറ്റിയിൽ കർത്താവിനെ അറിയണം. പ്രൈസിലാണ്. ഇപ്പൊ അതിൽ നിന്ന് കർത്താവ് നമ്മളെ വർദ്ധിപ്പിക്കും. ഓരോരോ സ്ഥലങ്ങളിൽ നമ്മൾ പോകാനായിട്ട് കർത്താവ് വരുത്തും. പ്രൈസിലോ. ഇപ്പൊ ഞാൻ താമസിക്കുന്ന സിറ്റിയിൽ ഇപ്പൊ ഞാൻ എന്റെ തന്നെ സ്റ്റാഫുകൾക്കെല്ലാം എന്നെ അറിയും. കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നുണ്ടെന്നുള്ളത്. പ്രൈസിലോ. ജോലി ചെയ്യുന്ന എല്ലാവർക്കും. അപ്പൊ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാല്, കർത്താവിന്റെ വചനം നമ്മള് ഈ ഒരു ആയുസ് കർത്താവ് നമുക്ക് തന്നിട്ടുള്ളൂ. പ്രൈസ് കർത്താവിന്റെ വചനം നമ്മൾ ഇന്ന് നമ്മളെ പുച്ഛിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒത്തിരി തകർന്ന അവസ്ഥ, സിറ്റുവേഷൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മളോട് അവർക്ക് പറയാനായിട്ട് പറ്റുന്നില്ലാത്ത അവസ്ഥ ഉണ്ടാവും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന നമ്മൾ അവരെക്കാൾ എത്ര ഭേദമാണ്. പ്രൈസ് ലോർഡ്. നമ്മളെ ഈ വലിയ വലിയ പ്രശ്നത്തെ അകപ്പെട്ട് ആ സമയത്ത് വരെ കർത്താവിന്റെ വചനത്തിന്റെ അറിഞ്ഞൊരൊറ്റ കാരണത്താൽ കർത്താവ് നമ്മളെ വിടുവിച്ചില്ലേ. പ്രൈസ് ലോർഡ്. കർത്താവ് നമ്മളെ സംരക്ഷിച്ചു.
ഈ കർത്താവിന്റെ വചനത്തിന്റെ പ്രൊട്ടക്ഷൻ പേരും കിട്ടാത്ത അറിഞ്ഞിട്ട് പിന്നെ ആ പ്രൊട്ടക്ഷൻ പേരും കിട്ടാത്ത എത്ര പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം കർത്താവ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. പ്രൈസ് ദി ലോർഡ്. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ നാമം കാത്തു, എൻ്റെ വചനം നീ നിഷേധിച്ചിട്ടുമില്ല. അതുകൊണ്ട് അത് കർത്താവിന്റെ വേലയായിരിക്കുന്ന എല്ലാവരും, പ്രൈസ് ദി ലോർഡ്, കർത്താവ് നിങ്ങൾക്കൊരു പ്രതിഫലം തരും. ഈ കാറ്റും കൊടുങ്കാറ്റും ഈ കോളുകളും ഒക്കെ അടങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഇതിനൊക്കെ ഒരു ശമനം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കെതിരെ വാദിച്ചു നിൽക്കുന്ന ഈ അന്ധകാര ശക്തികൾ ഒരു നാൾ മാറ്റപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നതും അതെല്ലാം കർത്താവ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അവർ ഗോഡ് നോസ് വെരി വെൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഓർത്തിന് ബുദ്ധിമുട്ടിന്റെ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതിലൂടെ തന്നെ കർത്താവ് നമുക്ക് പോക്കുവഴികൾ തുറന്നു തരും. പ്രൈസ് ദി ലോർഡ്. ഇരട്ടി മാനതെന്ന് നമ്മളെ സംരക്ഷിച്ച് വർദ്ധിപ്പിച്ച് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ജോബിന്റെ ജീവിതം നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ജോബിനെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ജോബിന്റെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങൾ അത് കർത്താവ് അറിഞ്ഞുകൊണ്ടാ വന്നു. കർത്താവ് അറിയാതെ ഒരു പ്രശ്നം ജോബിന്റെ ജീവിതത്തിൽ വന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ജോബ് കർത്താവിനെ തള്ളി പറഞ്ഞില്ല. അപ്പൊ 42-ാം വാക്യം വായിക്കുവാണെങ്കിൽ നമുക്കറിയാം, ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 42 അതിൽ വായിക്കുവാണെങ്കിൽ നമുക്കറിയാം, ബുക്ക് ഓഫ് ജോബ് അതിൽ ജോബിന്റെ പുസ്തകം അതിൽ 42-ാം അധ്യായം നമ്മൾ വായിക്കുവാണെങ്കിൽ നമുക്കറിയാം, അതിൽ നമ്മൾ 42-ാം വാക്യം വായിക്കുവാണെങ്കിൽ എന്ന് വായിക്കാനായിട്ടായിരിക്കുന്നു. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 42. അപ്പം കർത്താവിനെ ആശ്രയിച്ച ഒറ്റ കാരണത്താല് അത് പറയുന്നത് 42-ാം അധ്യായം 10-ാം വാക്യം, ജോബ് തന്റെ സ്ത്രീയന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായിട്ട് കൊടുത്തു. ഇരട്ടിയായിട്ട് പ്രതിഫലം തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. എല്ലാ മേഖലകളിലും. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ഇത്രയും പ്രായമായി നമ്മൾ എങ്ങനെ കർത്താവിനെ പ്രൊഷ് ചെയ്യുന്ന എല്ലാവരും ചിന്തിക്കും. ഇത്രയും പ്രായമായില്ല, 80 വയസ്സായി, 100 വയസ്സായി. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം മോശ 80-ാമത്തെ വയസ്സിലാണ് കർത്താവിനെ പ്രഘോഷിക്കാനായിട്ട് തുടങ്ങിയത്. ഈ ലോകത്ത് ബൈബിളിന്റെ അകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ മനുഷ്യന്റെ മാക്സിമം ആയുസ് ഏറിയാൽ 80 എന്ന് പറയുന്നുണ്ട്. പക്ഷെ മോശ കർത്താവിന്റെ വചനം പ്രഘോഷിച്ചത് 80-ാമത്തെ വയസ്സിലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ വാക്തത്വത്തിൽ വിശ്വസിച്ച് മോശ കർത്താവിന് വേണ്ടി സ്റ്റെപ്പ് വെച്ചു. അപ്പൊ കർത്താവ് ആയുസ് നീട്ടിക്കൊടുത്തു 40 വർഷം കൂടെ. അടുത്തൊരു 40 വർഷം കർത്താവ് മോശയ്ക്ക് ഗ്രാൻഡായിട്ട് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അതാണ് പറയുന്നത്, കർത്താവിൽ ആശ്രയിക്കുന്ന നമ്മുടെ യൗവനത്തെ കർത്താവ് പുതുക്കി തരും. കഴുകന്മാരെ പോലെ എല്ലാ മേഖലകളിലും ഉയരേണ്ട രീതിയിൽ കർത്താവ് നമ്മളെ വർദ്ധിപ്പിച്ച് സംരക്ഷിച്ച് നമുക്ക് ശക്തിയും ബലവും തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇതേ പറഞ്ഞു കഴിഞ്ഞാൽ യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായിട്ട് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് എതിരായിട്ട് നമ്മളൊന്നും പറയരുത്. അതാണ് പറഞ്ഞത്, ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. പ്രൈസ് അധികമായിട്ട് തരുന്ന ദൈവം, നമുക്ക് കൂടുതലായിട്ട് തരുന്ന ദൈവം, വർദ്ധിപ്പിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. എല്ലാ മേഖലകളിലും സ്പിരിച്വൽ ഏരിയ, പ്രൈസ് ദി ലോർഡ്. ഫസ്റ്റ് സ്പിരിച്വൽ ഏരിയ വർദ്ധിപ്പിക്കും, ഫിസിക്കൽ ഏരിയ വർദ്ധിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാം നമ്മുടെ നമ്മൾ നിൽക്കുന്ന സറൗണ്ടിങ് മൊത്തം കർത്താവിന്റെ വേല ചെയ്യുന്നവരാണെങ്കിൽ കർത്താവ് ഒരു സംരക്ഷണ വലയം അവിടെ കൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ എത്ര തലമാരകൾ വന്നു കഴിഞ്ഞാലും കർത്താവ് അത് നമ്മളെ മൂടാൻ കർത്താവ് അനുവദിക്കത്തില്ല. അതാണ് ബൈബിളിൽ പറയുന്നത്, തീ കൂടെ നടന്നു കഴിഞ്ഞാലും വെള്ളത്തിൽ കൂടെ നടന്നു കഴിഞ്ഞാലും നമ്മൾ അഗ്നി ജാലുകയാണെങ്കിലും അഗ്നിയിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ അടുത്ത് വരത്തില്ല എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒറ്റ കാര്യം, ദൈവത്തിൽ ആരൊക്കെ ദൈവ വേല ചെയ്യുന്നുണ്ട്, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് മൊത്തം കർത്താവ് ഒരു സംരക്ഷണ വലയം കൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ആ സംരക്ഷണ വലയത്തിന്റെ അപ്പുറം നമ്മൾ നമ്മൾ നോക്കുന്ന കഴിയാം. നമുക്ക് നമ്മുടെ വീട്ടുകാരും ഇപ്പൊ നാട്ടുകാർ, നമ്മളായിട്ട് അറിയുന്ന ആൾക്കാരെല്ലാവരും നമുക്കെതിരെ പ്രവർത്തിക്കുന്നു. അതായത് സംരക്ഷണ വലയത്തിന്റെ പുറത്ത് അവർക്ക് ആ ഒരു ബൗണ്ടറി ഛേദിച്ച് ഉള്ളിലോട്ട് കടക്കാനായിട്ട് പറ്റുന്നില്ല. Praise the Lord. They cannot able to break the boundary. Praise the Lord. Hallelujah. There is a boundary between you and your enemies. Praise the Lord. Our God is there in between you and your enemy, but they cannot come and attack you. അതാണ് നമ്മുടെ ശത്രുക്കൾക്ക് നമ്മളെ വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്ത രീതിയിൽ കർത്താവ് നമുക്ക് ഒരു സംരക്ഷണ വലയം കർത്താവ് കൽപ്പിച്ച് ചെയ്തിട്ടുണ്ട്. അതാണ് പറയുന്നത്. അപ്പൊ പിശാച് ദൈവത്തോട് പറയുന്നത്, ജോബിന് കർത്താവ് ഒരു സംരക്ഷണ വലയം സൃഷ്ടിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിശാചിനോട് അന്ധകാര ശക്തികൾ കർത്താവിനോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ
കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് തന്നെ ഒരു സംരക്ഷണ വലയം കൽപ്പിച്ചാക്കി തരണം, ദൂതന്മാർ വഴിയായിട്ട് നമുക്ക് തന്നു കഴിഞ്ഞു. പ്രൈസിലുള്ള അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യം ഓർത്ത് നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഈ ദൈവം തന്നെ നമ്മളെ സംരക്ഷിക്കും, ഈ ദൈവം തന്നെ നമ്മളെ വർദ്ധിപ്പിക്കും. പ്രൈസിൽ അതാണ് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം ഞാൻ കർത്താവിന്റെ വേല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രൈസിൽ ഈ അന്ധകാര ശക്തികൾ എങ്ങനെയെങ്കിലും ഇപ്പൊ നിങ്ങൾ ദൈവദാസന്മാരാണെങ്കിലും കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും അപ്പം അന്ധകാര ശക്തികൾ ഏത് സമയം നമ്മൾ തറക്കാൻ ശ്രമിക്കും. അത് ശിഷ്യന്മാരുടെ കാലത്തുണ്ടായിരുന്നു. ബൈബിൾ വായിക്കണം നമുക്കറിയാം. ദൈവ വേല ചെയ്യുന്ന ആൾക്കാർ ചിലപ്പം എയർലി പ്രീ മച്യൂർ ഡെത്ത് ഒക്കെ നമുക്ക് സംഭവിക്കും. നമുക്കെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട്. പ്രൈസിലോട്ട് അല്ലടിയാം. അപ്പൊ നമുക്കറിയാം ചിലപ്പോൾ ഒക്കെ എങ്ങനെ സംഭവിക്കുന്ന കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ അപ്പം അത് അതിൽ നല്ല നമ്മൾ രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. ഇതിനെല്ലാം നമുക്ക് കർത്താവിലുള്ള ഡെയിലി ആശ്രയം വഴിയായിട്ട് ഇതിൽ നല്ല നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ദൈവമക്കൾക്ക് സാധിക്കും. പിശാചിന്റെ തന്ത്രങ്ങളെ തറക്കാനായിട്ടാണ് യേശു ലോകത്തിലേക്ക് വന്നത്. അതാണ് മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞാല് സാത്താന്റെ പദ്ധതികളെ തകർക്കാനായിട്ട് വന്നിരിക്കുന്നത്. സാത്താൻ നമ്മുടെ ജീവിതത്തെ ഈ കർത്താവ് തന്നിരിക്കുന്ന വാക്തത്വ വചനം നമ്മൾ പ്രസംഗിക്കുന്നതിന് തടസ്സപ്പെടുത്തി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്തുവാനായിട്ട് തന്ത്രം ആവിഷ്കരിക്കുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയം വഴിയായിട്ട് ആ ഡെയിലി പ്രെയർ വഴിയായിട്ട് കർത്താവ് തന്നെ സംരക്ഷണ കോട്ട നമുക്ക് കൊണ്ടുവരും. പ്രാർത്ഥനയാല് പ്രീ മച്യൂർ ഡെത്തിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും യേശു ക്രിസ്തുവിന്റെ നാമത്തില്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കൾക്കെല്ലാം ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് ലോങ് ലൈഫിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രീ മച്യൂർ ഡെത്ത് അത് നമ്മളിൽ നിന്ന് മാറിപ്പോയതിനായിട്ട് പ്രാർത്ഥിക്കണം. അന്ധകാശിക്കുന്ന പ്രവർത്തനങ്ങൾ മൊത്തം നമ്മളിൽ നിന്ന് അത് തകർന്ന് മാറ്റപ്പെടുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. യേശു ക്രിസ്തുവിന്റെ രക്തം തളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ സംഭവിക്കുമ്പോൾ അന്ധകാശക്തിയിൽ ഏത് സമയം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അപ്പൊ അതിൽ നിന്നെല്ലാം കർത്താവ് നമുക്ക് സംരക്ഷണം തരും. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ ദൈവം. ശിഷ്യന്മാരുടെ കാലത്ത് നമുക്കറിയാം. അത് മത്തായി സുവിശേഷം 8-ാം അധ്യായം വായിക്കണം. നമുക്കറിയാം മത്തായി സുവിശേഷം 8-ാം അധ്യായം വായിക്കുകയാണെങ്കിൽ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 8 വേഴ്സ് 23-24 ഇതിൽ വായിക്കണം. നമുക്കറിയാം കർത്താവ് ഒരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നെ കടലിൽ വലിയൊരു ഓളം ഉണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങമാറായി, അവനോ ഉറങ്ങിയായിരുന്നു. തുടരാനായിട്ട് പറയുന്നത് അവർ അടുത്ത് ചെന്ന് കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. പ്രൈസ് ദി ലോർഡ്. അവൻ അവരോട് അല്പവിശ്വാസികളെ, നിങ്ങൾ വീരക്കളാകുവാൻ എന്ത് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അതാണ് പറഞ്ഞത് യേശു ക്രിസ്തു ദൈവപുത്രനാണ് എങ്കിൽ തന്നെയും ആ യേശു ക്രിസ്തുവിനെ തകർക്കാനായിട്ട് അന്ധകാരശക്തി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് ശിഷ്യന്മാരെ മൊത്തം ലോകത്തിൽ കാരണം വെച്ചാൽ അന്ധകാരശക്തിക്ക് അറിയാം, ഒരുപക്ഷെ അറിയായിരിക്കും യേശു ക്രിസ്തുവിലൂടെ അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളങ്ങളും നടക്കുന്നു, വീരപ്രവർത്തികൾ നടക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യപ്പെടുന്നു, തളർവാദികൾ രോഗികൾ ഏറ്റു നടക്കുന്നു, 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കർത്താവ് കൊടുക്കുന്നു. അത്ഭുതങ്ങൾ എവിടെ കർത്താവ് വചനം പ്രസംഗിച്ചിട്ടുണ്ടോ അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്ഥിരീകരിച്ചു. അല്ലെങ്കിൽ അപ്പം യേശുക്രിസ്തു ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. ആ ശിഷ്യന്മാർ 2 പേരെ വെച്ച് ഓരോരോ സിറ്റികളിൽ കൂടെ അയച്ചു. പ്രൈസിലോ അവര് സന്തോഷത്തോടെ തിരിച്ചു വന്നെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. സന്തോഷത്തോടെ. പിശാചുക്കൾ വേറിയും സാത്താൻ പോലും യേശുക്രിസ്തുവിന്റെ നാമത്തെ ഭയന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിന് കീഴടങ്ങുന്നതായിട്ട് ശിഷ്യന്മാർ വേരെയും സാക്ഷ്യപ്പെടുത്തി. പ്രൈസിലോ ഞാൻ പറഞ്ഞു വരുന്നത് ആ ശിഷ്യന്മാരെ വേരെയും പല പ്രാവശ്യം നശിപ്പിക്കാനായിട്ട് അന്ധകാശികൾ ശ്രമിച്ചു. കർത്താവിന്റെ സംരക്ഷണം ഉണ്ടായിരുന്നു. കർത്താവിൽ ആശ്രയിച്ച വഴിയായിട്ട് കർത്താവിനോടൊപ്പം ശിഷ്യന്മാരുണ്ടായിരുന്ന ആ ഒറ്റ കാര്യത്തിൽ കർത്താവ് ശിഷ്യന്മാരെ സംരക്ഷിച്ചു, വിളിച്ചു, അവരെ രക്ഷപ്പെടുത്തി. ഒരേ ഒരു കാര്യം, പ്രശ്നം വന്നു കഴിയുമ്പം ഈ ശിഷ്യന്മാർ വന്നപ്പോൾ പേരും കർത്താവിനെ വിളിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. ഏത് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ സയൻസിലല്ല ആദ്യം വിളിക്കേണ്ടത്. അപ്പൊ ഒരു നിങ്ങളൊരു ദൈവ മക്കളാണെങ്കിൽ ആദ്യം നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാ തീരുന്ന അസുഖങ്ങളെ ഉള്ളൂ. അല്ല എങ്കിൽ തന്നെയും അവിടെ കർത്താവിന്റെ ശക്തിയാല് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല് നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കർത്താവ് അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. ഫസ്റ്റ് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കടഭാരങ്ങളാണ് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. കുടുംബ ജീവിത പ്രശ്നത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയാൽ കർത്താവ് വഴികൾ തുറന്നു നമുക്ക് വരുന്ന. അതാണ് പറയുന്നത് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ പറയുന്നത് നമ്മൾ വെക്കുന്ന എവിടെ കൈ വെച്ച് കഴിഞ്ഞാലും കർത്താവ് അനുഗ്രഹം കൽപ്പിക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് ആവർത്തന പുസ്തകത്തിൽ പറയുന്നു. കർത്താവ് നമ്മുടെ കളപ്പുരകളിലും ധാന്യങ്ങളിലും നമ്മൾ ചെയ്യുന്നതൊക്കെയും നമ്മൾ എവിടെയൊക്കെ കൈകൊണ്ട് ചെയ്യുന്നുണ്ടോ അവിടെ മൊത്തം കർത്താവ് അനുഗ്രഹം കൽപ്പിക്കുമെന്ന് ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിൽ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറയുന്നത്. അതാണ് ഇസ്ഹാക്ക് ക്ഷാമകാലത്ത് വിതച്ചു. അപ്പൊ എവിടെ ദൈവ മക്കള് കർത്താവിനെ അറിഞ്ഞ് ആർക്ക് എന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ കർത്താവ് വിജയം കൊടുക്കും. അതാണ് നമ്മുടെ ദൈവം.
അതുകൊണ്ട് തന്നെ പരാജയപ്പെട്ട് വീട്ടിൽ ഇരിക്കില്ല. ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് ഒരു കാര്യം നടന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. വീണ്ടും നമ്മൾ ട്രൈ ചെയ്യണം. ഒരു ചർച്ച തുടങ്ങി, ആ ചർച്ച വിജയിച്ചില്ല, ആൾക്കാരൊക്കെ ഒന്നും തിരിഞ്ഞുപോയി, പ്രൈസ് ലോർഡ്. മിനിസ്ട്രിയിൽ ആൾക്കാർക്ക് വന്നു, ആരുമില്ല, തന്നെ ഉള്ളൂ, ഇങ്ങനത്തെ വീട്ടിൽ കുത്തിയിരിക്കരുത്. പ്രൈസ് ലോർഡ്. വി ഹാവ് ടു ഡു സംതിങ് ഫോർ ഗോഡ്. അതാണ് എല്ലാ ദിവസവും എന്തെങ്കിലും നമ്മൾ ചെയ്യണം. ഒരു നാൾ നമ്മളെ വർദ്ധിപ്പിക്കും, ഒരു നാൾ കർത്താവ് നമ്മളെ വർദ്ധിപ്പിക്കും. പ്രൈസ്. അതാണ് അബ്രാഹത്തിന് കൊടുത്ത വാക്തത്വം. നമ്മുടെ പേര് കർത്താവ് വലുതാക്കും. പ്രൈസ്. എല്ലാ മേഖലകളിലും ഒരു നാട് നമുക്ക് ഉയർച്ചയുണ്ട്. പ്രൈസ്. കർത്താവിൽ ആശ്രയിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ഷാമകാലം ഉണ്ടാവും, അവിടെയും കർത്താവ് പ്രൊട്ടക്ട് ചെയ്യും. ആ ക്ഷാമകാലം ഒരു പരിധി വരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കർത്താവ് നമ്മളെ അതിലൂടെ തന്നെ നമ്മൾ തിരിച്ചെടുക്കും, വർദ്ധിപ്പിക്കും. അങ്ങനെയായിരുന്നു ജോസഫിന്റെ ജീവിതത്തില്. പ്രൈസ് ലോർഡ്. അല്ലെങ്കിൽ ഇരട്ടി മാന്യത കൊടുത്ത് അനുഗ്രഹിച്ചു. വലിയൊരു ക്ഷാമകാലം ഉണ്ടായിരുന്നു. പ്രൈസ്. അത് കഴിഞ്ഞ് കർത്താവ് മാനിച്ചു. എന്നെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും പ്രൈസ് ലോർഡ്, എവിടെ നിന്ന് വാച്ച് ചെയ്യുവാണെങ്കിലും നമ്മുടെ ഈ സിറ്റുവേഷൻസ് ഒക്കെ കർത്താവ് ഒരു ചേഞ്ച് വരുന്നു. പ്രൈസ് ലോർഡ്. അധികം നാളൊന്നും നീണ്ടു പോകത്തില്ല. പ്രൈസ് ലോർഡ്. ഇന്ന് കാണുന്ന ഒന്നുമല്ല നാളെ. ഇന്ന് കാണുന്ന ആ ഇസ്രായേലിനെ നമ്മൾ നാളെ കാണത്തില്ല. അവരൊക്കെ നോക്കിയോ, അവരുടെയൊക്കെ ദിവസം എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ലോർഡ്. അല്ലെ, കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നു. ഒന്നെങ്കിൽ അവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും, അല്ലെങ്കിൽ കർത്താവിനെ അറിയാം. അവരെ ഓടിച്ചൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് ജോഷുവോട് പറയുന്ന പോലെ തന്നെ, ഞാൻ മോശയോട് കൂടെ ഒന്ന പോലെ തന്നെ ഞാൻ നിന്നോട് കൂടി ഉണ്ടായിരിക്കും, ഉറപ്പും ധൈര്യമുള്ളതായിരിക്കാം എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജോഷുവോട് പറഞ്ഞു. ജോഷുവ കർത്താവിനോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പ്രൈസ് ലോർഡ്. മോശ മരിച്ചു പോയി കഴിഞ്ഞപ്പം, വർഷങ്ങളായിട്ട് കൂടെ ഇരുന്ന ആള് പ്രൈസ് ലോർഡ് മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ളിലൊരു വിഷമം. അത് കണ്ടിട്ട് അത് നമ്മുടെ ഹൃദയം അറിയുന്ന യോശുവയുടെ ഹൃദയം അറിഞ്ഞ കർത്താവ് പറഞ്ഞു, ഉറപ്പം ധൈര്യമുള്ളായിരിക്കും അതിന്റെ വറി, ഐ ആം വിത്ത് യു. പ്രൈസ് ലോർഡ്. ആസ് ഐ വാസ് വിത്ത് മോസസ്, ഐ വിൽ ബി വിത്ത് യു. ഐ വിൽ നെവർ ലീവ് യു, നോ forsake you. All the days of your life I will be with you. This is a commandment of the Lord. അതാണ് എന്നെ കേൾക്കുന്ന എല്ലാവരും. കർത്താവ് നിങ്ങളെ ഇന്ന് ഈ വാഗ്ദത്ത വചനത്താൽ കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കാനായിട്ട് പോകുക. നിങ്ങൾ പ്രശ്നം വന്നു കഴിയുമ്പോൾ നമ്മൾ നിരാശപ്പെട്ട് വീട്ടിൽ ഇരിക്കാനല്ല, മറിച്ച് വിശ്വാസത്തോടെ വാഗ്ദത്ത വചനം പറഞ്ഞ് കാല് മുമ്പോട്ട് വെച്ച് ആ വാഗ്ദത്ത നിവർത്തി പ്രാപിപ്പാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സാഹചര്യം കണ്ടെന്ന് നമ്മൾ പുറത്ത് പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളാണെങ്കിൽ പ്രശ്നങ്ങളുണ്ട്, അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അതിനെല്ലാം നമ്മൾ നേരെ മുന്നോട്ട് പോകാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എല്ലാവരും ഉത്സാഹിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും ഓർത്ത് കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 61 ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 61:7 ഇതിൽ പറഞ്ഞാൽ, നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ഓൺലൈനിൽ വായിച്ച് എല്ലാവരും നേരിട്ട് പറഞ്ഞു, നാണത്തിന് പകരം പ്രൈസ് ദി ലോർഡ് നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. കർത്താവിൽ ആശ്രയിക്കുന്ന എല്ലാവർക്കും ഇരട്ടിയാ കർത്താവ് കിട്ടും. പ്രൈസ് ദി ലോർഡ്. 5 അപ്പം കൊണ്ട് കർത്താവ് 5000 പേർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ 12 കൊട്ടകളെ ശേഖരിച്ചു. അതിന് അവര് ആവശ്യം എടുത്തു കഴിഞ്ഞിട്ട് മീതിയാ കർത്താവ് കൊടുത്തിരിക്കും. കർത്താവിൽ ആശ്രയിക്കുന്ന എല്ലാവർക്കും ഒരു കവിഞ്ഞൊഴുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ മേലുള്ള ഒരു കവിഞ്ഞൊഴുക്ക് കർത്താവ് തരും. കർത്താവ് പറഞ്ഞാൽ ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 60:7 ഇതിൽ പറയുന്നത്, നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. പ്രൈസ് ദി ലോർഡ്. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യാനന്ദം അവർക്കുണ്ടാകും. അതാണ് ദൈവം പറയുന്നത്, ദൈവ വിശുദ്ധാത്മാ പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും ഓർത്ത് ഇത് കർത്താവിന്റെ വചനത്താല് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം ഇന്ന് ഈ വചനം കേട്ട് എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ സ്ഥിതിക്ക് കർത്താവ് വ്യത്യാസം വരുന്നത് ഒരേ ഒരു കാര്യം, continuously do the prayer. You have to do the prayer. You have to praise, give the praise and thanks to the Lord. അതാണ് കർത്താവ് നമ്മുടെ ആരാധന അർഹിക്കുന്നു. എല്ലാ ദിവസവും ചിലപ്പോൾ നമുക്ക് ആരാധിച്ചു കഴിയുമ്പോൾ ഒന്നും നടക്കുന്നില്ല. ചിലപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കത്ത് വരിക, ഇതെങ്ങനെ മുന്നോട്ട് പോകുന്ന സ്ഥിതി ഇവര് നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. എങ്കിൽ വിട്ടുകൊടുക്കരുത്. ആരാധന മുടക്കരുത്. അന്ധകാരശക്തിക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ആരാധന മുടക്കിക്കണം. എവിടെ ആരാധന മുടക്കുന്നുണ്ടോ അവിടെ തടസ്സങ്ങളുണ്ടാവും. എവിടെ കർത്താവിനെ ആരാധിക്കാൻ നിർത്തുന്നുണ്ടോ പ്രൈസ് ലോർഡ് അവിടെ പ്രശ്നങ്ങളുണ്ടോ. അവരുടെ ജീവിതം തന്നെ ചിലപ്പം വലിയ പ്രശ്നത്തിലോട് വരും. എവിടെ ആരാധിക്കുന്നുണ്ടോ അവിടെ ഇന്നല്ലേ നാളെ അത്ഭുതങ്ങൾ സംഭവിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അത്ഭുത പ്രവൃത്തികൾ കർത്താവ് ചെയ്യും. ഇന്നല്ലേ നാളെ കർത്താവ് ചെയ്യും. സാഹചര്യങ്ങൾ ഓർത്ത് നമ്മൾ ആരാധിക്കാതെ ഇരിക്കരുത്. എത്ര ബുദ്ധിമുട്ടിന്റെ നടുവിലും അതിനെ കഴിഞ്ഞ കാലങ്ങളെ ഓർത്തുമ്പോൾ സ്തോത്രം ചെയ്ത് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയുവാണ്. അത് പറയുന്നത് കഴിഞ്ഞാല്
പറയുന്നത് കഴിഞ്ഞാൽ നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും, ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കും, കർത്താവ് വർദ്ധിപ്പിക്കും. കർത്താവ് അനുഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ ഒറ്റയടിക്ക് ചിലപ്പോൾ നമ്മുടെ എല്ലാ മേളും വർദ്ധിച്ചെന്നിരിക്കില്ല, അല്പം സമയമെടുക്കും, മാസങ്ങളെടുക്കും, ചിലപ്പോൾ കുറച്ച് വർഷങ്ങളെടുക്കും. അത് കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത് ദുഷ്ടൻ അതിലെടുത്ത് ഇല്ലാതാക്കാനായിട്ട് പറ്റത്തില്ല. അബ്രാഹത്തിന്റെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നു. പ്രൈസ് ലോർഡ്. കോൺസ്റ്റന്റ് സ്ഥിരമായിട്ടുള്ള വർധനമായിരുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അത് നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യാനന്ദം അവർക്ക് ഉണ്ടാകും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഈ വചനം അപ്പൊ ഒരേ ഒരു കാര്യം പറയാനായിട്ടുള്ളത്, ദൈവവചനത്തിൽ ആശ്രയിക്കുന്ന ഒരാളും, പ്രൈസ് ലോർഡ്, അനുഭവത്തിൽ എന്ന് പറയുന്നത് വെച്ചാൽ ദൈവവചനത്തിൽ ആശ്രയിക്കുന്ന ഒരാളും ഒരു നാളും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവിന്റെ വചനത്തെ പ്രതി ലജ്ജിക്കപ്പെടാൻ കർത്താവ് അനുവദിക്കത്തില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതാണ് കർത്താവിന്റെ വചനത്തെ പ്രതി. അപ്പം കർത്താവിന്റെ വചനം എടുത്തിട്ട് എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്ന് പറയാൻ കർത്താവ് അനുവദിക്കത്തില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അതിൽ നിന്നെല്ലാം കർത്താവ് ഒരു തീക്കുവക്ക് വരുത്തും. ഇപ്പോൾ ഉള്ള സാഹചര്യം എല്ലാം കർത്താവ് നമുക്ക് ചേഞ്ച് ചെയ്യും. പ്രൈസ് ലോർഡ്. ഒരു വഴി കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു തരും. പ്രൈസ് ലോർഡ്. അപ്പം കർത്താവുള്ള വിശ്വാസം നമ്മളെ കളയാതെ ദൈവസേനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് തന്നെ നമുക്കുള്ള ജ്ഞാനം വിവരം തരും. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കേണ്ട ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കേണ്ട ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ വചനത്തെ ഓർത്ത് കർത്താവെ ഞാൻ സ്തുതിക്കുന്നു. കർത്താവെ, അപ്പൊ ഇന്നത്തെ വചനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചത്, കർത്താവെ എന്നാണ് സംസാരിച്ചത്, കർത്താവിൽ ആശ്രയിക്കുന്ന ആൾക്കാർ എന്ത് വില കൊടുത്തും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ സംരക്ഷിക്കുന്ന വചനം. യേശുവിന്റെ നാമത്തെ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അനേകം ആൾക്കാർ ഇന്നീ വചനം വായിച്ച് ചെയ്യുന്നവർക്ക് കർത്താവ് സ്തോത്രം ചെയ്യുന്നു. നാളെ വായിച്ച് ചെയ്യുമ്പോൾ അത് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ എന്തെങ്കിലും ഈ വചനം വായിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവ് സോഷ്യൽ മീഡിയ വഴിയായിട്ട് അവർക്ക് കർത്താവിൽ ആശ്രയിക്കുന്ന ഒറ്റ കാരണത്താൽ കർത്താവ് അവർക്ക് വേണ്ടി സംരക്ഷണം കൊടുത്തതിന് നന്ദി പറയുന്നു. അസുഖങ്ങൾ യേശുവിന്റെ നാമത്തെ മാറ്റപ്പെടുവാനായിട്ട് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്പ്രിംഗിൾ ബെഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് റൈറ്റ് നൗ, യേശുവിന്റെ നാമത്തിൽ തിരത്തൊഴിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ ദുരാത്മാവിന് യേശുവിന്റെ നാമത്തെ ഞാൻ ശ്വാസിക്കുന്നു. വിട്ടുമാറി പങ്കൽപ്പിക്കും ജീസസ് നെയിം. ഷക്കല്ലത്തുരക്കൻ ഷത്തത്തകട് ഫംഗൽ ഇൻഫെക്ഷൻ, നാവില് ഫംഗൽ ഇൻഫെക്ഷനായിട്ട് സംബന്ധിച്ച് പ്രൈസിലോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ക്യാൻസർ ആയിട്ട് ഉണ്ടോ എന്ന് പേടിച്ചിരിക്കുന്ന ആൾക്കാരിനെ വാച്ച് ചെയ്യുന്നുണ്ട്. യേശുവിന്റെ നാമത്തെ മരണഭയം വിട്ടുമാറിപ്പോട്ടെ യേശുവിന്റെ നാമത്തിൽ. അതാണ് നമുക്ക് ഭയം കൊണ്ടുവരുന്ന ദുരാത്മാവ് യേശുവിന്റെ നാമത്തിനെ ശ്വാസിക്കുന്നു, വിട്ടുമാറിപ്പാൻ കൽപ്പിക്കുന്നു. ഇപ്പൊ ക്യാൻസർ ആണെന്ന് വിചാരിച്ച് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, ബുദ്ധിമുട്ടി വിഷമിച്ചിരിക്കുന്ന ആൾക്കാരിനെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ കർത്താവ് ഒന്നും ഒരിക്കലും ഒരു ദോഷവും നമുക്ക് വരുത്തത്തില്ല എന്ന് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് വചനത്തിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഭയത്തിന്റെ ദുരാത്മാവിനെ യേശുവിന്റെ നാമത്തെ ശ്വാസിക്കുന്നു, വിട്ടുമാറിപ്പാൻ കൽപ്പിക്കുന്നു. ഷത്തത്തക്കല്ലത്തൂരകനി ഷക്കല്ലാത്തൂരക്കനി ഷക്കല്ലാത്തൂരക്കനരത്തീത്തക്കന ഫംഗൽ ഇൻഫെക്ഷൻ ഏത് സമയം വായിക്കൂടെ ഇങ്ങനെ ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വാച്ച് ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഫംഗൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻ യേശുവിന്റെ നാമത്തിൽ ആ ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടുവരുന്ന ദുരാത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ശ്വാസിക്കുന്നു, വിട്ടുമാറിപ്പാൻ കൽപ്പിക്കുന്നു. ഷക്കല്ലാത്തൂരക്കനി ഷക്കല്ലാത്തൂരക്കന ഷങ്കല്ലാത്തൂരക്കന ഷിക്കല്ലാത്ത വയറ് സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, കരൾ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ വാച്ച് ചെയ്യുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ. ഇൻ ജീസസ് നെയിം, യേശുവിന്റെ നാമത്തിൽ കർത്താവേ ജീസസ് ക്രൈസ്റ്റ് റൈറ്റ് നൗ, യേശുവിന്റെ തിരത്തൊഴിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തെ കരൾ സംബന്ധമായ അസുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പാൻ കൽപ്പിക്കുന്നു. ജീസസ് നെയിം. ഷിക്കല്ലത്തുരക്കൻ ഷത്തത്തപ്പത്തക്കല്ലത്തുരക്കൻ ഷക്കല്ലത്തുരക്കൻ മുട്ട് സംബന്ധമായ വേദനയുള്ള ആൾക്കാർ വാച്ച് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ കർത്താവേ. ഇൻ ജീസസ് നെയിം, യേശുവിന്റെ നാമത്തിൽ. ഇൻ ജീസസ് നെയിം. I pray for all the people right now, the people, those who are watching from UK, Europe, and Africa, North and South America, and Asian countries. I pray for all the people right now. Sprinkle the blood of Jesus Christ, and especially the people are watching from South Africa. I pray for the revival of South Africa, all the African countries, Father. Heavenly Father, I pray for the revival of the North and South America, including US and Canada, and all the European countries. In the name of Jesus Christ, I sprinkle the blood of Jesus Christ and declare the revival right now in the name of Jesus Christ right now. If any of the people are watching from different, if any of the places right now, Heavenly Father, I pray for them. I pray for them right now. I sprinkle the blood of Jesus Christ on every the spirit, the satanic attack, every spirit of fear. In the name of Jesus Christ, I bind the cursed out right now. In Jesus' name, God, right now. Shakallatuurakan, shatatapatakalaturakan, shatatakalaturakan. ഷക്കല്ല യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്നെ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിക്കൊണ്ട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിക്കൊണ്ട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിക്കൂടെ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ജീസസ് നെയിം അല്ലേ, ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം അല്ലേ. പ്രത്യേകിച്ച് ഇന്ന് ഈ വർഷിപ്പിൽ ലീഡ് ചെയ്ത ഓരോ വ്യക്തിക്കും, പ്രത്യേകിച്ച് സിസ്റ്റർ റോമിക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു. ബ്രദർ സഞ്ജീവിന് വേണ്ടി കർത്താവ് ഈ കുടുംബത്തെ ഓർത്ത് കർത്താവ് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തെ ഇവരെ ബ്ലസ് ചെയ്ത് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ മെറീനെ ഓർത്ത് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ടോമിനെ ഓർത്ത് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓൺലൈൻ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിയോട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ മിനിസ്ട്രി ഓർത്ത് കർത്താവ് ഞാൻ സ്വാതന്ത്ര്യം ചെയ്യും. ഈ മിനിസ്ട്രി വഴിയായിട്ട് എൻകറേജ് ചെയ്യുന്ന ചർച്ചകളെ ഓർത്ത്, ചർച്ച് പാസ്റ്റേഴ്സിനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ, അവരെ ഓർത്ത് സ്വാതന്ത്ര്യം ചെയ്ത് അവിടെ എല്ലാം ഉണർന്ന് നടക്കാനായിട്ട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കും. ദേശത്തെ ഓർത്ത് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഇലക്ഷൻ നടന്ന ഇന്ത്യക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മാതൃ രാജ്യത്തിന് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവമക്കളെ പീഡിപ്പിക്കാത്തൊരു ഗവൺമെന്റ്, ആര് ഭരിച്ചാലും പീഡിപ്പിക്കാത്തൊരു ഗവൺമെന്റ് അവർ കർത്താവ് അധികാരത്തിൽ വരാനായിട്ട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നിലവിലുള്ള ആണെങ്കിലും വരുന്നതാണെങ്കിലും ദൈവമക്കളെ പീഡിപ്പിക്കാൻ ഇടവരുത്തത്തില്ലാത്ത രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാകാനായിട്ട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. Once again more I pray for each and every people right now, Father. In Jesus' name. Amen. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you. God bless you.